Ladies and gentlemen, let's listen to the beats. 3, 2, 1, and go, yo! ബീറ്റ് ബോക്സിങ് യൂട്യൂബിലൂടെ എനിക്ക് പല വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയതും ഫോറിനിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് ഇതൊന്നും പറ്റാത്ത പരിപാടിയാണ്, മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറെ വല്ല കാര്യം ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ പരിപാടിയൊന്നും നമുക്കിവിടെ വേണ്ട, വേറെ ആരെങ്കിലും വിളിക്കൂ, അങ്ങനത്തുള്ള രീതിയിൽ എന്നെ ഫ്രണ്ടിൽ വെച്ച് അപമാനിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇന്നലെയും കൂടെ ഒരു സ്റ്റേജിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ സ്വീറ്റായിട്ടൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഇത്രയും സൗണ്ട് വിചാരിച്ചപ്പോൾ റിയയ്ക്ക് എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും സ്പീക്കർ വിഴുങ്ങിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ, ഇന്ദ്രജിത്ത് ഏട്ടൻ്റെ സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതിലൊരു ടൈറ്റിൽ ട്രാക്ക് ചെയ്യാനാണ് വിളിച്ചത്. അങ്ങനെയാണ് മൂവിയിൽ ഞാൻ എൻട്രി ചെയ്യുന്നത്. അതിലൊരു ബീറ്റ് ബോക്സ് പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ അഭിനയത്തിലും കൂടെ ഞാനിപ്പോൾ വന്നു. ഇപ്പോൾ പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലാണ് എൻ്റെ ഡയറക്ടർ അനൂപ് ബാഹുലേൻ എന്നെ ആദ്യമായിട്ട് അതിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വർഷം 2 സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മേഖലകളിലും. ഞാനിപ്പോൾ ബീറ്റ് ബോക്സിംഗ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ഷൻ, പല ഇൻസ്ട്രുമെൻറ്റുകൾ, ഡ്രംസ്, കീബോർഡ്, ആക്ടിങ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, അങ്ങനെ എല്ലാം പഠിക്കാനുള്ളൊരു എന്താ പറയുക ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് വുമണും കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യവശാൽ എല്ലാം എനിക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഫ്ലൂട്ട് ബീറ്റ് ബോക്സർ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ബീറ്റ് ബോക്സർ, അവതാരക, അഭിനേത്രി, അങ്ങനെ എല്ലാമായ ആർദ്ര സാജനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. 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 എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, പ്രത്യേകിച്ച് ബീറ്റ് ബോക്സിംഗ്, അതിലേക്ക് ഒരു വനിത ഇത്രയും വിശേഷണം എങ്ങനെയാണ് എത്തിയത്? ആദ്യം എനിക്ക് മിമിക്രിയോട് കുറച്ച് കമ്പം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പല ശബ്ദങ്ങൾ അനുകരിച്ചു തുടങ്ങിയത്. ഞാൻ ഒരുപാട് വർഷം UAE-യിലായിരുന്നു പഠിച്ചത്, വളർന്നതുമൊക്കെ. അപ്പോൾ അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരുന്നതും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാം അനുകരിക്കാനുള്ളൊരു എന്താ പറയുക ഒബ്സർവിങ് ഒരു പവർ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ടു പഠിച്ച് അങ്ങനെ ചെയ്ത് ആൾക്കാരെല്ലാം എനിക്ക് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്കൂൾ കലോത്സവത്തിലൂടെ മിമിക്രി അവതരിപ്പിച്ച് തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആവർത്തന വിരസതയുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെയാണ് ബീറ്റ് ബോക്സിങ് യൂട്യൂബിലൂടെ എനിക്ക് പല വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയതും. ഫോറിനിലുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒരു പരിപാടി ചെയ്യുന്നത്, US-ലുള്ളതും ആഫ്രിക്ക അങ്ങനത്തുള്ള ആൾക്കാർ. അങ്ങനെ ഞാനത് സ്വന്തമായി ഒരു 3 മാസം കൊണ്ടാണ് അത് പഠിച്ചെടുത്തതും. അങ്ങനെ കലോത്സവ വേദിയിൽ അത് പെർഫോം ചെയ്യുന്നതും പിന്നെ പല ചാനലിലൂടെ വരുന്നതും. അപ്പോൾ അതൊരു വ്യത്യസ്തം, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അങ്ങനെ പല ശബ്ദങ്ങൾ അങ്ങനെ അനുകരിച്ച് തുടങ്ങുന്നത്. അങ്ങനെയാണ് പല സോഷ്യൽ മീഡിയയിൽ കൂടെയും എനിക്ക് ശ്രദ്ധ നേടുന്നതും അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ മാർഗർ പറഞ്ഞ പോലെ, കാരണം ഈ കാര്യം നമുക്കൊരു ഗുരുക്കലിൻ്റെ അടുത്ത് പോയി പഠിക്കാൻ അങ്ങനത്തെ ഒരു നമുക്ക് അതിനുള്ളൊരു കാര്യമില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു മേഖല തന്നെയാണ്, അതിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഒരു വ്യത്യസ്തയാകണം എന്നുള്ളൊരു ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നോ ഇതിനൊക്കെ തന്നെ പിന്നിൽ ബീറ്റ് ബോക്സിംഗ്? സത്യം പറഞ്ഞാൽ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് ഇതൊന്നും പറ്റാത്ത പരിപാടിയാണ്, മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറെ വല്ല കാര്യം ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് എന്താ പറയുക തിരിച്ച് പറയിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള, ആരും അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു സംഭവം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്വന്തമായിട്ട് ഇത് പഠിച്ചത്. അങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ അങ്ങനെ ഗുരുക്കന്മാരൊന്നും അധികമില്ല, ഇത് ചെയ്യുന്നത് തന്നെ വളരെ വിരളമാണ്. അപ്പോൾ ഇത് യൂട്യൂബിലൂടെ സ്വന്തമായിട്ട് ഞാൻ എഴുതിയൊക്കെയാണ് ആരും അറിയാതെ ഒരു റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടുകാർ തന്നെ അറിയുന്നത് ഞാൻ ഈ ചാനലിൽ പെർഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരെ എനിക്ക് എന്താ പറയുക കുറച്ച് ചാലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ഒന്ന് തിരിച്ച് പറയിപ്പിക്കണം എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാണ് ഞാനത് സ്വന്തമായി പഠിച്ചതും ചാനലിൽ പെർഫോം ചെയ്യുന്നത്. ഈ കളിയാക്കലൊക്കെ നേരിട്ട് അത് ഉറപ്പായിട്ടും നമുക്കറിയാം, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫീൽഡിലേക്കൊക്കെ വരിക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള വിവിധ ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക. അപ്പോഴേക്ക് എന്തായിരുന്നു ആ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ? നമ്മൾ തളരാതെ ചില ദിവസങ്ങളിലൊക്കെ കരഞ്ഞിട്ടുണ്ടാവും, ബുദ്ധിമുട്ട് നേരിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒന്ന് ഉയർത്തെണ്ണിക്കണം എന്ന് തോന്നിയ ആ ഒരു നിമിഷം, അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു സ്ട്രെങ്ത്? സത്യം പറഞ്ഞാൽ അത് ഞാനൊരു സ്റ്റേജിൽ ഇതേപോലെ മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ലോക്കലായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ആ സമയത്ത് ആൺകുട്ടികളാണ് കൂടുതൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തില്ല, ഇവളുടെ പരിപാടിയൊന്നും നമുക്കിവിടെ വേണ്ട, വേറെ ആരെങ്കിലും വിളിക്കൂ, അങ്ങനത്തുള്ള രീതിയിൽ എന്നെ ഫ്രണ്ടിൽ വെച്ച് അപമാനിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എന്തോ ഒരു പവർ കൊണ്ട് എനിക്ക് അറിയില്ല,
അറിയില്ല, അത് എങ്ങനെയെങ്കിലും ഇവരെ എനിക്ക് അത്രയും എൻ്റെ മനസ്സിൽ ആ സമയത്ത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവരെയൊക്കെ എന്തെങ്കിലും പറയിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ബോധത്തോടെ ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഫാമിലിയുടെ ഒക്കെ ഒരു പിന്തുണ എങ്ങനെയാണ്? അവർ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത്, പിന്നീട് ഇതൊക്കെ അറിഞ്ഞപ്പോഴുള്ള ആ റെസ്പോൺസ് അച്ഛനും അമ്മയും അതേപോലെ തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയാണ്? എൻ്റെ ഫാമിലി സത്യം പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. കാര്യം എൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു പ്രാസംഗികനാണ്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ആ ഒരു പവർ എന്ന് പറയുന്നത് പപ്പയുടെ നിന്ന് തന്നെയാണ്. കാര്യം ഒരു 1000-2000 ആൾക്കാരുടെ മുന്നിൽ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്, ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയി സംസാരിക്കാനും അല്ലെങ്കിൽ പെർഫോം ചെയ്യാനും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കഴിവ് എനിക്ക് വരുമ്പോൾ എൻ്റെ പപ്പ നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഫാമിലി ഫുള്ള് നല്ല സപ്പോർട്ടാണ്. അവർ കാരണമാണ് സത്യം പറഞ്ഞാൽ എല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാനും പറ്റിയത്. ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമോ എങ്ങനെയാണ് ഒരു ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം? Ladies and gentlemen, let's listen to the beats. 3, 2, 1, and go, yo! ഇത് സത്യം പറഞ്ഞാൽ മൈക്കിലൊക്കെ ഭയങ്കര സ്പീക്കറിൽ കേൾക്കേണ്ടതാണ്, ഒരുപാട് ലിമിറ്റേഷൻസ്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അവർ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് പെൺകുട്ടികളുടെ ഒക്കെ, അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് പെട്ടെന്നൊരു വ്യത്യാസമൊക്കെ വരുമ്പോൾ ആളുകളൊക്കെ ഒരു ഞെട്ടലോടെ ആയിരിക്കില്ലേ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇത് ഒരുപാട് പരിവേഷണം ചെയ്യേണ്ടതായിട്ടില്ലേ, ഇപ്പം ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു വലിയൊരു കാര്യങ്ങളല്ലേ ഇതിന് പിന്നിൽ? അതെ, ഇത് ഞാൻ ഇപ്പം ഇന്നലെയും കൂടെ ഒരു സ്റ്റേജിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഇത്രയും സൗണ്ട് വിചാരിച്ചപ്പോൾ വിചാരിക്കും എന്തെങ്കിലും തൊണ്ടയിൽ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും സ്പീക്കർ വിഴുങ്ങിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും ഘനഗംഭീരമായിട്ടുള്ള സൗണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന്. നമുക്ക് പ്രാക്ടീസ് കൊണ്ട് മിമിക്സ് ഗാനമേളകൾ, മിമിക്സ് പരേഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കൂടെ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അപ്ഡേഷൻ ആവശ്യമാണ്. ഏതൊരു കലയിലും ആണെങ്കിലും അപ്ഡേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. അപ്പോൾ നമുക്ക് വരുന്ന ട്രെൻഡിനനുസരിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് അനുസരിച്ചും എല്ലാം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇത്തരം വേദികളിലൊക്കെ തന്നെ എത്തി, അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേജ് ഷോയിലൊക്കെ എത്തുമ്പോഴൊക്കെ അവിടത്തെയൊക്കെ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഒരു? ആദ്യമൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം വളരെ ബിഗിനറായിട്ട് ഉള്ളൊരാളായിരുന്നു ഞാൻ. അതിനുശേഷമാണ് പല സ്റ്റേജിലും ഒരുപാട് എക്സ്പീരിയൻസോടുകൂടി എനിക്ക് വളരെ നല്ലോണം പെർഫോം ചെയ്യാൻ സാധിച്ചു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ചില സ്റ്റേജുകളിലൊക്കെ നമ്മൾ ആരാധനയോടെ കണ്ടിട്ടുള്ള, പണ്ടൊക്കെ ഞാൻ ലാൽ ജോസ് സാറാണെങ്കിലും ഇപ്പോൾ സുരാജ് ഏട്ടനാണെങ്കിലും നമുക്ക് അത്രയും ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ ഒരുപാട് വർഷത്തിന് ശേഷം ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ അഭിമാനമാണ് എനിക്ക്. ശരിക്കും അക്കാര്യങ്ങളാണ് പിന്നെയും ഈ ഫീൽഡിൽ തന്നെ തീർച്ചയായിട്ടും. വിധുപ്രതാപിന്റെ കൂടെയൊക്കെയുള്ള ഒരു നിമിഷമൊക്കെ എങ്ങനെ? വിധുചേട്ടൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, ഒരുപാടെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ 23 വയസ്സായതേ ഉള്ളൂ, ഒരു 3-4 വർഷം മുന്നേ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് എന്നെ ഇങ്ങനെ നമുക്കൊരു കൊളാബ് പോലെ എന്തെങ്കിലും ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു പേട്ട റാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. അതായത് പണ്ടത്തെ നമ്മൾ ഇയറും സാറിൻ്റെ പേട്ട റാപ്പ് ഒരു കുറച്ചും കൂടെ ഒരു കവർ വേർഷൻ നമ്മൾ ബീറ്റ് ബോക്സും ചാറ്റും റാപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു കൊളാബ് സംഭവിക്കുന്നത്. അതെ, അങ്ങനെ ഒരുപാട് അവസരങ്ങളിലേക്കൊക്കെ തന്നെ. അതെ തീർച്ചയായിട്ടും. മൂവിയിലൊക്കെ വന്നിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരുന്നു? മൂവിയിൽ വന്നത് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഒരു സ്റ്റേജിൽ UAE പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സൈനോര ചേച്ചി സിംഗർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടു ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരിയുടെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു സിനിമയിൽ, ഇന്ദ്രജിത്ത് ഏട്ടൻ്റെ സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിലൊരു ടൈറ്റിൽ ട്രാക്ക് ചെയ്യാനാണ് വിളിച്ചത്. അങ്ങനെയാണ് മൂവിയിൽ ഞാൻ എൻട്രി ചെയ്യുന്നത്. അതിലൊരു ബീറ്റ് ബോക്സ് പോർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കുന്നില്ല. ഒരു വടംവലിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ അഭിനയത്തിലും കൂടെ ഞാനിപ്പോൾ വന്നു. ഇപ്പോൾ പ്രീമിയർ പത്മിനി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലാണ് എൻ്റെ ഡയറക്ടർ അനൂപ് ബാഹുലേൻ എന്നെ ആദ്യമായിട്ട് അതിൽ അഭിനയിക്കാൻ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഫീൽഡിൽ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസും ഇല്ല എനിക്ക്.
അങ്ങനെയാണ് അതിലേക്ക് വിളിച്ച് അത്യാവശ്യം നല്ല ഹിറ്റായത്. അതിനുശേഷമാണ് സിനിമയിലും കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള ഇപ്പോൾ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കഥാപാത്രങ്ങൾ ഇപ്പോൾ ഞാൻ ഈ വർഷം 2 സിനിമകൾ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ആഗ്രഹത്തിൻ്റെ പുറത്തെ പോയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്കൊക്കെ തന്നെ അതുപോലെ ചില പ്രോഗ്രാമൊക്കെ ആങ്കറിങ് അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം എത്തിയത്. അഭിനയത്തിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളുടെയും ഡ്രീമാണ്. അത് നേടിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രയത്നമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പം ആ ഒരു കാരണം അപ്പം ഷോസ് വരാറുണ്ട്, അപ്പോൾ അതിലൂടെ അഭിനയം എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ആക്കുന്നത്? ഇങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മേഖലകളിലും. ഞാനിപ്പോൾ ബീറ്റ് ബോക്സിംഗ് ആണെങ്കിലും മ്യൂസിക് ഡയറക്ഷൻ, പല ഇൻസ്ട്രുമെൻറ്റുകൾ, ഡ്രംസ്, കീബോർഡ്, ആക്ടിങ്, ഡയറക്ഷൻ, എഡിറ്റിംഗ്, അങ്ങനെ എല്ലാം പഠിക്കാനുള്ളൊരു എന്താ പറയുക ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം കഴിയുമ്പോൾ എന്തായാലും അടുത്തതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യിക്കാറ്. ഞാനിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്നത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പ്രൊഡക്ഷനാണ്. ഫിലിം യൂണിറ്റ്, അതേപോലെ ക്യാമറ ആൻഡ് ലൈറ്റ് യൂണിറ്റ് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. പ്രൈം പ്രൊഡക്ഷൻസ് എന്നാണ് പേര്. അപ്പോൾ ഒരു ബിസിനസ് വുമണും കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യവശാൽ എല്ലാം എനിക്ക് നല്ല രീതിയിൽ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ സപ്പോർട്ടാണ് കൂടെയുള്ളവരും, അതേപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു പിന്തുണ അവരൊക്കെ എങ്ങനെയാണ് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോഴും അല്ലെങ്കിൽ ആ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു മൊമെൻ്റൊക്കെ എങ്ങനെയാണ്? ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. കാര്യം എല്ലാവരുടെ മനസ്സിൽ ആ ഒരു ബീറ്റ് ബോക്സർ എന്ന് പറയുന്ന ഒരു ആളാണ്. അതിനോടൊപ്പം ഞാനൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. പല ബ്രാൻഡുകളുടെയും അതേപോലെ പല ആഡ് ഷൂട്ടുകളും എല്ലാം നിരന്തരമായി ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും എന്നെ കണ്ട് ഫോട്ടോ എടുക്കാൻ വരാറുണ്ട്. വളരെ സന്തോഷമാണ് അതൊക്കെ. ഇതുപോലെ തന്നെ ആർദ്ര കണ്ടിട്ടൊക്കെ തന്നെയും കുട്ടികളൊക്കെ തന്നെയും അതിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കണ്ട് ആ ഫീൽഡിലേക്കൊക്കെ എത്തുക, അതൊക്കെ തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഈ ബീറ്റ് ബോക്സിങ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അതൊക്കെ പലർക്കും അറിയില്ല, അല്ലെങ്കിൽ പേരൻസിനായിക്കോട്ടെ അങ്ങനത്തെ അറിയില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓരോ സാധ്യതകളൊക്കെ തന്നെ ഇപ്പം മൂവിയിലേക്ക് എത്തി, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് അതിൻ്റെ ഈ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻസ്ട്രുമെൻസിന് പകരമായി യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ്ലായിട്ട് ഒരു ഓർക്കസ്ട്രയിലേക്ക് വരാൻ പറ്റില്ലെങ്കിലും നമുക്കൊരു വ്യത്യസ്തകരമായിട്ടുള്ളൊരു മ്യൂസിക് നമുക്ക് എന്തായാലും നമ്മുടെ ശബ്ദം കൊണ്ട് ബീറ്റ് ബോക്സിങ് നമുക്ക് പല സോങ്ങിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നെ കൊണ്ട് തന്നെ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ അതിനുശേഷം വെയിലെന്ന് പറയുന്ന ഷെയ്ൻ നിഗൻ ചേട്ടൻ്റെ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സിനിമയിൽ നമുക്ക് ഈ ബീറ്റ് ബോക്സിങ് റാപ്പിനോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക ചേർക്കാൻ പറ്റും, മ്യൂസിക്കിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. ഒരുപാട് പരസ്യങ്ങളിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഉപരി നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു എന്തെങ്കിലും സംസാരിക്കാനുള്ള എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് സ്പീച്ച് ബെറ്റർ ആക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 1-2 കുട്ടികൾക്ക് അത് പഠിപ്പിച്ച് അങ്ങനെ അവർ കുറച്ച് നല്ല രീതിയിൽ സ്പീച്ച് ബെറ്ററായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റും. അതിനെങ്ങനെയാണ് അപ്പം ഈ വോയിസ് നോട്ടുകളായിട്ട് എഴുതുമോ അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു? ആദ്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ബുക്കിൽ എഴുതി, നമ്മൾ അരിയിലൊക്കെ എഴുതി പഠിക്കുന്ന പോലെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് ബീറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് ഒരു ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇനി ഭാവിയിൽ അല്ലെങ്കിൽ ബീറ്റ് ബോക്സിങ്ങിൽ നിൽക്കാനാണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഒരു ഓൺടർപ്രീനറാണ്, അതേപോലെ നമ്മളിപ്പം മറ്റുള്ളവർക്ക് ജോബ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള എന്താണ് ഒരു ബിസിനസ് വുമനായിട്ട് തന്നെ മുന്നോട്ട് പോകാനും? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കും പറയാൻ പറ്റില്ല. കാര്യം ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ആദ്യം ഞാനൊരു മിമിക്രിക്കാരിയായിരുന്നു, പിന്നെ ബീറ്റ് ബോക്സറായി, പിന്നെ ഇൻഫ്ലുവൻസറായി, പിന്നെ എന്താ പറയുക അഭിനേത്രിയായി, ബിസിനസ് വുമണായി. ഇപ്പോൾ വരുന്ന ചിലപ്പോൾ അടുത്ത എന്തെങ്കിലും സിനിമ പ്രൊഡ്യൂസറായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. എല്ലാ മേഖലയിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ എന്നാണ് ആഗ്രഹം. ഇപ്പോൾ സ്കൂൾ കലോത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ അതിലൂടെ പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോൾ അതിലൊക്കെ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട് അന്ന് മിമിക്രി ആയിട്ടൊക്കെ വേദിയിലെത്തുന്നു. ഇപ്പം കുട്ടികളൊക്കെ തന്നെയും തൃശ്ശൂർ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു കാലഘട്ടമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞാൻ കലോത്സവ വേദിയിൽ നിന്നാണ് ഞാൻ ആദ്യം ഉയർന്നു വന്നത്. ആദ്യം ഞാൻ എന്താ പറയുക തൃശ്ശൂർ തന്നെയാണ് എൻ്റെ ആദ്യത്തെ കലോത്സവം. ഒരു 5-6 വർഷം മുന്നേ ആയിരുന്നു എൻ്റെ ആദ്യത്തെ കലോത്സവം. 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, 10-11. ആ സമയത്ത് C ഗ്രേഡ് ആയിരുന്നു എനിക്ക്. ആ സമയത്തായിരുന്നു ഞാൻ ആദ്യം മിമിക്രി ആയിട്ട് തുടങ്ങിയത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയത്. ആ സമയത്തൊന്നും ആരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ നോട്ട് ചെയ്യാനോ ആരും ഇല്ലായിരുന്നു. അതിനുശേഷം കുറച്ച് നല്ല രീതിയിൽ പഠിച്ച് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ഇൻ്റർവ്യൂസ്, ഒരുപാട് റെക്കഗ്നീഷൻസും വന്നു തുടങ്ങിയത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ കലോത്സവ വേദിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തകരമായിട്ടുള്ള ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആവർത്തനം അധികമില്ലാതെ എല്ലാവരും വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ തന്നെ ഐറ്റംസ് കുറേ നല്ല പെൺകുട്ടികൾ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതൊക്കെ എന്നിൽ നിന്ന് പ്രചോദനം കൊണ്ട് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നുന്നത്. ഈ ഗിന്നസ് റെക്കോർഡ് അതൊക്കെ എങ്ങനെയായിരുന്നു അതിലേക്കൊക്കെ എത്തിയത്? ഗിന്നസ് റെക്കോർഡിൽ അതേപോലെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ചെയ്തതാണ്. അതേപോലെ ഡോക്ടറേറ്റ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഹോണററി ഡോക്ടർ ഓഫ് മ്യൂസിക്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, നമ്മൾ പഠിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അച്ചീവ്മെൻറ്റ് അങ്ങനെ വരുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതിലൊരു പെൺകുട്ടി ആയിരിക്കെ നമ്മൾ പിന്നിട്ട വഴികളൊക്കെ തന്നെയും അത് പല ആളുകൾക്കും ഇൻസ്പയർ ആകേണ്ടതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നേരിടുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പലരും ഇപ്പോഴും തൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ ഒരുപക്ഷെ വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിൽ വിവാഹിതരാകേണ്ടി വന്നു. പിന്നെ ആ ജീവിതമൊക്കെ ആ ഒരു രീതിയിൽ പോയി. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പലർക്കും വേണ്ടി അവർ ഇല്ലാതാക്കിയാണ്. പലപ്പോഴും ആഗ്രഹങ്ങൾ ഒതുക്കി വെക്കുകയാണ്. ശരിക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. മറ്റാരും വന്ന് രക്ഷിക്കാം. മറ്റേ ഫെയറി ടെയിൽ കഥകളിലൊക്കെ കാണുന്ന പോലെ ഒരു രാജകുമാരൻ വന്ന് രക്ഷിക്കും എന്നുള്ള ഒരു കഥകളിലൊക്കെ എല്ലാവരും വിശ്വസിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളായിട്ട് നമ്മളെ കണ്ടെത്തുക തന്നെയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും. കാര്യം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ്ങറായി. എല്ലാ സ്ത്രീകളും എന്താ പറയുക, കല്യാണമല്ല എല്ലാത്തിനും അൾട്ടിമേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ കുറച്ച് വളർന്ന് കുറച്ച് ജോലിയൊക്കെ മേടിച്ച കല്യാണമാണ് നമ്മളുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു എന്താ പറയുക ഇഞ്ചക്ഷൻ എല്ലാ പാരൻസും അല്ലെങ്കിൽ നമ്മളുടെ സമൂഹം നമ്മളുടെ അടുത്ത് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതല്ല, നമ്മളുടെ പല സ്ത്രീകളും അവരുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാതെ ഒരു വീട്ടമ്മ വെറും എന്ന് ഞാൻ പറയുന്നത് അവരുടെ കഴിവുകൾ ഒരുപാടുണ്ടായിട്ടും അവർ അതിൽ ഒതുങ്ങിപ്പോയി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒതുങ്ങിപ്പോയി ഒരുപാട് ആൾക്കാർ അവരുടെ കഴിവുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ അതിൽ നിന്ന് തീർച്ചയായിട്ടും തിരിച്ചു വരണം. അതേപോലെ കല്യാണമല്ല അതിൻ്റെ എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ്. ഉറപ്പായിട്ടും എല്ലാ സ്ത്രീകൾക്കും ഒരു കഴിവുണ്ട്. നമ്മൾ അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ അഭിനയത്തിൽ ശരിക്കും പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല, ബീറ്റ് ബോക്സിങ് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പം എങ്ങനെയാണ് അതിൽ ആർദ്ര സ്വയം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീൻ പറഞ്ഞു തരികയാണ്, എങ്ങനെയാണ് ആ ഒരു അത് അക്സെപ്റ്റ് ചെയ്യുന്നതും അത് ഔട്ട്പുട്ട് നൽകുന്നതൊക്കെ? ഒരുപാട് സീരീസ് ഒക്കെ കണ്ടു. അതെ. ഞാൻ ആദ്യം എന്നെ വിളിക്കുന്നത്, നമ്മൾ പണ്ട് ക്ലബ് ഹൗസ് ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഈ സൗണ്ടുകളും ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഡയറക്ടർ എന്നെ അതിൽ നിന്ന് നോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ നോബി ചേട്ടൻ്റെ അനിയത്തിയായിട്ട് എന്നെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ അഭിനയിക്കണ്ട, നീ ഈ സ്വഭാവം തന്നെ അങ്ങ് കാണിച്ചാൽ മതി, മൈക്കിൽ ചെന്നിട്ട് ആക്ഷൻ പറയുമ്പോൾ അതേപോലെ പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം തന്നെയാണ് കാണിച്ചത് അവിടെ പോയിട്ട്. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. എൻ്റെ നാട് കൊല്ലമാണെങ്കിലും ഞാൻ ഒരുപാട് വർഷമായിട്ട് ട്രിവാൻഡ്രം സ്ലാങ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വെബ് സീരീസിന് പറ്റിയ ഒരു സൗണ്ടും ആ ഒരു മോഡുലേഷനും ആയിരുന്നു. അങ്ങനെ ഞാൻ ക്യാമറയിൽ ഫ്രണ്ടിൽ അങ്ങനെ ഞാൻ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞു. അത് എത്രയോ 5-6 മില്യൺ വ്യൂസ് ആ ഒരു ക്ലിപ്പിന് മാത്രം. എൻ്റെ ക്ലിപ്പ് ഭയങ്കര വൈറലായി അതിൽ. പിന്നെ അതിനുശേഷം അടുത്ത സീരീസിലും വിളിച്ചു, അതും ഭയങ്കര വൈറലായി. അതിൽ 10 മില്യൺ എന്തോ വ്യൂസായി. അങ്ങനെ അതിനുശേഷമാണ് ഈ റീൽസ് വഴി എൻ്റെ സ്വന്തം പേജിൽ പല കണ്ടൻറ്റുകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ എനിക്കങ്ങ് പ്രാക്ടീസായി. ഈ ഡയലോഗ് പറയുമ്പോഴും എനിക്ക് ആ ഒരു ടോൺ എനിക്ക് കിട്ടി, അങ്ങ് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് ചെയ്യും. പിന്നെയാണ് എനിക്ക് ആ ഒരു പ്രാക്ടീസ് കിട്ടിയതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ അതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്, അത് കൃത്യമായിട്ട് അതിൽ പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ബീറ്റ് ബോക്സിങ് ആയിക്കോട്ടെ, ഇപ്പം അതെല്ലാം കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. ബീറ്റ് ബോക്സിങ് തന്നെ ഞാനൊരു 3 മാസം കഷ്ടപ്പെട്ട്, ഇപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ എക്സാം എഴുതുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും. അപ്പോൾ എവിടെ പോയാലും ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് എനിക്ക് ആ ഒരു സംഭവം എനിക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പോൾ അഭിനയമാണെങ്കിലും ഞാൻ പ്രാക്ടീസ് വീട്ടിലങ്ങനെ വെറുതെ പ്രാക്ടീസ് ചെയ്യാറില്ല. ഈ റീൽസ് തന്നെ ഇപ്പോൾ മാസത്തിൽ ഒരു 10-15 റീൽസ് തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനുണ്ടാകും. അപ്പോൾ തന്നെ അത് എനിക്കൊരു പ്രാക്ടീസാണ്. നിരന്തരമായി നമ്മുടെ ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തീർച്ചയായിട്ടും എല്ലാം നമുക്ക് നേടാൻ പറ്റും. അതേപോലെ ഈ സീരീസിൽ നിന്നൊക്കെ ഈ സിനിമ ഇപ്പം വരുന്നുണ്ട്, ഒരുപാട് പുതിയ പ്രോജക്ട്സ് ഒക്കെ. അപ്പം അതിലെത്തിയപ്പോഴുള്ള ഒരു വ്യത്യാസം എങ്ങനെയായിരുന്നു?
ഇതിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ പോവാണ്. ഞാൻ ഇതുവരെ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 സിനിമയിലും ഒരു സിനിമയിൽ ലീഡ് റോളാണ്, മറ്റൊരു സിനിമയിൽ വൺ ഓഫ് ദി ലീഡ് റോളാണ്. അപ്പോൾ അത്രയ്ക്കും എന്നെ വിശ്വസിച്ച് അങ്ങനെ ഒരു ക്യാരക്ടർ ഏൽപ്പിക്കണമെങ്കിൽ എന്താ പറയുക, എൻ്റെ ആ ഒരു ഇതിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ആക്ടിങ്ങിലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. അതൊക്കെ ഈ പിന്നിട്ട വഴികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോടൊക്കെയാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് നന്ദി പറയാനുള്ള അന്ന് എന്നെ കളിയാക്കിയ ചേട്ടന്മാരുടെ അടുത്ത് മാത്രമാണ്, വേറെ ആരുടെ അടുത്ത് നന്ദി പറയാനില്ല. കാര്യം അന്ന് എന്നെ കളിയാക്കിയില്ലെങ്കിൽ എനിക്ക് ആ ഒരു എന്താ പറയുക, അത് വീണ്ടും എനിക്കത് തിരിച്ച് കാണിക്കണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ അടുത്ത് മാത്രമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പ്രതികാരം വീട്ടിയ ആ ദിവസമൊക്കെ ഓർമ്മയുണ്ട്? അല്ലെങ്കിൽ ഇവരെ ഈ കളിയാക്കിയവരൊക്കെ പിന്നീട് കണ്ടപ്പോൾ അവരുടെ ആ ഒരു എക്സ്പ്രഷനും അവരെങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? അവർ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവരൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചിരിച്ചു, ഇങ്ങനെ കാണിച്ചു. അപ്പം തന്നെ എൻ്റെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആയി. കാര്യം എനിക്ക് മനസ്സിലായി അവർക്ക് ഞാൻ എന്തായി, ഞാൻ എന്ത് കാണിച്ചു കൊടുത്തു, ഇപ്പം നിലവിൽ ഞാൻ എന്താണ് എന്നുള്ളത് അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ എനിക്കൊരു സ്വീറ്റ് റിവെഞ്ചായി. ഈ നേട്ടമൊക്കെ കാണുമ്പോൾ എല്ലാവരും അതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരിക്കില്ല അന്ന് കളിയാക്കിയവരൊക്കെ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ആണെങ്കിലും പണ്ടൊക്കെ കുറേ നമുക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് വാങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി വന്നു. ഇപ്പോൾ ഭയങ്കരമായി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ. ഈ തകർന്നു പോയൊരു ദിവസങ്ങളോ നിമിഷങ്ങളോ ഒക്കെ ഉണ്ടാവും, കരഞ്ഞു ഇരുന്നതോ അല്ലെങ്കിൽ വീട്ടുകാരുടെയൊക്കെ അങ്ങനെ നമ്മൾ ചില ദിവസങ്ങളൊക്കെ കാണുമല്ലോ, നമ്മുടെ അല്ലാത്ത ദിവസങ്ങളൊക്കെ, ആ ഒരു മണിക്കൂറുകളൊക്കെ എങ്ങനെയായിരുന്നു? ഞാനങ്ങനെ ഇപ്പോൾ എനിക്കൊരു തോൽവി വന്നാൽ എനിക്ക് ഭയങ്കരമായി അങ്ങനെ കരച്ചിലും അങ്ങനെ ഒരാളല്ല, കരഞ്ഞങ്ങനെ ഭയങ്കര വിഷമിച്ച് അങ്ങനെ ഒരാളല്ല ഞാൻ. എൻ്റെ മനസ്സിലത് ഉണ്ടാവും, അതെങ്ങനെയെങ്കിലും തിരിച്ച് കാണിക്കണം എന്നുള്ളൊരു ചാലഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് മിമിക്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് തോൽവികളെല്ലാം എവിടെ പോയാലും എനിക്ക് തോൽവിയായിരുന്നു. അപ്പോൾ ഞാനൊരു TV ചാനലിൽ ഭയങ്കരമായി ആഗ്രഹിച്ച് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ പോയിട്ട് അവിടെ ഒരു ഓഡീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു 1000 ആണുങ്ങളുണ്ടാവും, 3 പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ മിമിക്രി മേഖലയിൽ അത്രയും വിരളമാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉറപ്പായിട്ടും എന്നെ സെലക്ട് ചെയ്യും, കാര്യം കുറച്ച് പേരല്ലേ ഉള്ളൂ പെൺകുട്ടികൾ, ഉറപ്പായിട്ട് സെലക്ട് ചെയ്യും, ഞാൻ ഉടനെ തന്നെ TV പോകുമെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ എന്നെ അവിടെ സെലക്ട് ചെയ്തില്ല, ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായ ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ ചാനലിൽ തന്നെ എന്നെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു. വീണ്ടും ഞാൻ പഠിച്ചതിന് വേണ്ടി എന്നെ അവിടെ അങ്ങോട്ട് വിളിച്ചു, പെർഫോം ചെയ്തു. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പരിപാടികൾ. ഈ റെക്കഗ്നൈസേഷൻ കിട്ടുന്നില്ല എന്നല്ലെങ്കിൽ ഈ ഫീൽഡിൽ പെൺകുട്ടികൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓപ്ഷനായിട്ട് പലപ്പോഴും കാണുന്നതായിട്ട് തോന്നാറുണ്ടോ? എന്താണ് റെക്കഗ്നേഷൻ? അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സെയിം ഫീൽഡിൽ ബീറ്റ് ബോക്സിങ്ങിലേക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും വരികയാണെങ്കിൽ അവിടെ പലപ്പോഴും ആ സ്ത്രീ അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോവുകയോ അങ്ങനത്തെ ഒരു ഫീൽ പണ്ടൊക്കെ ഒന്നും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഇല്ല എന്നാണ്. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇതുവരെ ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ല. കാര്യം ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വളരെ ഗംഭീരമായി പെർഫോം ചെയ്തപ്പോൾ സിംഗർ നമ്മുടെ ഗൗരി ലക്ഷ്മി ആണെങ്കിലും പല പവർഫുൾ ആയിട്ടുള്ള വിമൺ ഇപ്പോൾ ഭയങ്കര പെർഫോം ചെയ്ത് വരുന്ന ഇപ്പോൾ ഒരു സമയമാണ്, ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയില്ല, അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടാലൻറ്റ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ആർക്കാണെങ്കിലും നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടാൽ അവരുടെ ടാലൻറ്റ് നമുക്ക് കാണിക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. എന്തെങ്കിലും ഒരു കോമാളിത്തരം കാണിച്ചാൽ മാത്രമേ അവർ അവഗണിക്കുകയുള്ളൂ, അല്ലാതെ ഇപ്പോൾ ആൾക്കാർ അങ്ങനെ കളിയാക്കൽ ഞാൻ കണ്ടിട്ടില്ല. അതിലൂടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഈ ഫേസ് വളരെ എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ്. ഇത് ഇപ്പം എന്താണോ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ആ ഒരു കാര്യമൊക്കെ തന്നെ എൻജോയ് ചെയ്ത് അതിനെ അതിൻ്റെ ഒരു ഫ്ലോയിൽ കൊണ്ടുവന്ന ആളായിട്ടാണ് മനസ്സിലാവുന്നത്. ഏതായാലും അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സഫലമാകട്ടെ, നല്ലൊരു ലൈഫ് തന്നെ ആകട്ടെ, മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ ആർദ്രയുടേത് മാത്രമാവട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആർദ്രയെ കണ്ട് ആ ഫീൽഡിലേക്കൊക്കെ എത്തുന്ന കുട്ടികളൊക്കെ തന്നെ അതേപോലെ തന്നെ നല്ല ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.